ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഹെയർ ബോയ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ലാസ്റ്റിൽ വന്നിട്ട് മീഷോയിൽ നിന്ന് ഞാനൊരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു റിബണും അതുപോലെ തന്നെ ഫ്ലവർ ലേസും എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഈ രണ്ട് ഐറ്റംസാണ് വേണ്ടത്. പിന്നെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. അതൊരു ഡാർക്ക് ബ്ലൂ, ഒരു പ്രത്യേകതരം ബ്ലൂ ആണ് കേട്ടോ. പീക്കോക്ക് ബ്ലൂ അങ്ങനെ എന്തോ ആണ് ആ കളറ്. പിന്നെ സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിന് ചെയ്യാനായിട്ട് ഹെയർ ബാൻഡോ ഒന്നും വേണ്ട. നമുക്കിതുപോലെ റിബണിലാണ് നമ്മൾ ഈ ഐറ്റം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കിൽ കെട്ടി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ബാക്കിലേക്ക് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര നീളം വേണമെന്നുള്ളത് ഓരോരുത്തർക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് അളവ് നോക്കിയിട്ട് കുട്ടിയുടെ തലയുടെ അളവ് നോക്കിയിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡൊന്ന് ഒരുക്കി കൊടുക്കണം. പിന്നെ നമുക്ക് എത്ര വേണം, നമ്മുടെ ഒരു ചെവിയുടെ ആ ഒരു പോർഷൻ വരെയാണ് വേണ്ടത്. അപ്പോൾ അത് എത്ര വേണം എന്നുള്ളത് നോക്കുക. ലേസ് അതിനനുസരിച്ച് ആ ലേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡിലേക്ക് എത്രയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും അതേ അളവിന് തന്നെ രണ്ട് സൈഡിലേക്ക് എടുക്കാം. ജസ്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള അളവ് കിട്ടും. അതിന് ശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൽ നമുക്ക് അളവിനനുസരിച്ച് ലേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നല്ലപോലെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ പുറത്ത് അമ്മ തയ്ക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ ഉത്സവം ആവാറായി. അപ്പോൾ അതിനുള്ള സെറ്റ് മുണ്ടിനുള്ള ബ്ലൗസൊക്കെ തയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ റിബണിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലേസിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ. എങ്കിലേ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റിബണിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി. നമുക്കതറിയാം. അല്ലെങ്കിൽ ഒരു പോയിൻ്റ് എന്തെങ്കിലും കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ലേസിൻ്റെ സെൻറ്ററും മടക്കുക. അപ്പോൾ ആ സെൻറ്റർ വരുന്ന ഭാഗം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നമുക്കിത് അതുപോലെ ഒരേപോലെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരും. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഇത് ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത്. റിബണിലൊക്കെ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ ഗ്ലൂ ഗണ്ണാണ് നല്ലത്. അപ്പോൾ സെൻറ്ററിൽ ആദ്യം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സൈഡ് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിതിന് ഒരു നമ്മുടെ ലേസിൻ്റെ രണ്ട് സൈഡിലേക്കും കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമ്മൾ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ലേസ് ഇത് ചെറിയ ലേസാണ്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് വലിയ സൈസ് തോന്നുന്നുണ്ടെങ്കിലും ഇത് ചെറിയ ലേസാണ്. അപ്പോൾ നമ്മുടെ ലേസിൻ്റെ അപ്പുറം ഇപ്പുറം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുന്ന വീതിയുള്ള റിബൺ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ലേസ് വലുതാണെങ്കിൽ റിബണും അതുപോലെ തന്നെ വലിയ സൈസ് 1.5 ഇഞ്ച് 2 ഇഞ്ചിൻ്റെയൊക്കെ റിബൺ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് ഇനി വരുന്നത് എങ്ങനെയാണ് ഇതിൽ വർക്ക് വരുന്നതെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കറക്റ്റ് സൈസിലെടുക്കരുത്. അപ്പോൾ അതായത് നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതുപോലെ തന്നെ അപ്പുറത്തെ സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അറ്റമൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം. കാരണം അറ്റം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വിട്ടു പോരും. ഗ്ലൂ ഗണ്ണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അതിങ്ങനെ പൊളിഞ്ഞു പോരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കണം. ഇനി നമുക്കിത് അപ്പുറത്തെ സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിന് ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ മാത്രമേ യൂസ് ചെയ്യാനും പറ്റൂ കേട്ടോ. ഇത് വർക്കൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടായാലും ഇങ്ങനെ ചെയ്യാനും പറ്റും. പല കളർ ലേസ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്. സിമ്പിളാണ്. ഹെയർ ബോയ് ഒന്നും വേണ്ട. ഇപ്പോൾ ഹെയർ ബാൻഡൊക്കെ വയ്ക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മുടെ കട്ട് ബീഡ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കട്ട് ബീഡ് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇനി ഓരോ ഫ്ലവറിൻ്റെയും ഗ്യാപ്പുകളുണ്ടല്ലോ, ആ ഗ്യാപ്പിലാണ് നമ്മൾ കട്ട് ബീഡ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മളിവിടെ കട്ട് ബീഡാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. രണ്ടും ഇതുപോലെ ചെരിച്ച് രണ്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ ഗ്യാപ്പുകളെല്ലാം നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ അത് ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു യെല്ലോയും അതുപോലെ തന്നെ ബ്ലൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു പീക്കോക്ക് ബ്ലൂ, ആ ഒരു കളറാണ്. ഇത് രണ്ടും കോൺട്രാസ്റ്റ് കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനൊരു പ്രത്യേകം പറയണത് എന്താണെന്ന് വെച്ചാൽ എന്നെ ഷമ്മു എന്നും ചീത്ത പറയും കേട്ടോ, ഞാൻ ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് കളറല്ല അധികവും എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കോൺട്രാസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ പല വർക്കുകളിലും എന്നെ ചീത്ത പറയാറുണ്ട്. ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട കളർ എടുത്ത് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും ഷമ്മുവിന് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കോൺട്രാസ്റ്റ് കളറാണ്. പിന്നെ അത് വീഡിയോയിൽ ആ കളർ അത്രയ്ക്ക് അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ ആക്സസറീസ്, ജ്വല്ലറി മേക്കിംഗ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഗ്യാപ്പുകളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ ആയാലും മതി. പക്ഷേ കുറച്ചും കൂടി ഭംഗി സ്റ്റോണിനേക്കാളും ഇതൊക്കെ തോന്നുന്നു കട്ട് ബീഡാണ്. അതുപോലെ
ചെരിച്ച് വെക്കുമ്പോഴാണ് അതിനൊരു കുറച്ചും കൂടി ഭംഗി. ഇത് നമുക്ക് നെറ്റ് ക്ലോത്തിലൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിൻ്റെ ലേസ് വാങ്ങിക്കുമല്ലോ സ്റ്റോണൊക്കെ വെച്ചിട്ട്, ആ ഒരു ഇതും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാനിനി വരും ദിവസങ്ങളിൽ കാണിച്ചു തരാം. നെറ്റ് ക്ലോത്തിൽ ഇതുപോലെ നമുക്ക് തുന്നി പിടിപ്പിച്ചിട്ട് സ്റ്റോൺ ലേസ് വാങ്ങിക്കുമല്ലോ, അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെയൊക്കെ സൈഡിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് സ്റ്റോൺ ചെയിനും കൂടി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു കളറ്, നമ്മുടെ കട്ട് ബീഡിൻ്റെ ആ ഒരു കളറ് സ്റ്റോൺ ചെയിനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല, ബ്ലൂ ആണ്. ബ്ലൂ ഉള്ളത് ഇതിന് മാച്ച് ആവില്ല, എൻ്റെ കയ്യിലുള്ള ബ്ലൂ ഇതിന് മാച്ച് ആവില്ല. പക്ഷേ അപ്പോൾ ഞാൻ വൈറ്റ് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണതെന്ന് വെച്ചാൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ ബോർഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മീഷോയിൽ നിന്നൊരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്തോ അതല്ലെങ്കിൽ ഈ ഒരു ഹെയർ ബോ കഴിയുമ്പോൾ കട്ടാക്കി പോവുകയോ ചെയ്യരുത്, ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് തന്നെയല്ല, എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയ സ്റ്റാൻഡ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ പുതിയ സ്റ്റാൻഡിലാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അധികം എഡിറ്റ് ചെയ്യാനോ കട്ട് ചെയ്ത് കളയാനോ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ എളുപ്പമാണ്. പിന്നെ ഈ മുതൽ എംബ്രോയിഡറിയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ആ സ്റ്റാൻഡ് കാരണം എനിക്കത് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതിന് എംബ്രോയിഡറി ഒന്നും ചെയ്യാനോ വീഡിയോ ഞാനിപ്പോൾ ഇടാറില്ല. അപ്പോൾ ഇനി സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എംബ്രോയിഡറിയുടെ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാം. അതേ നമ്മുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു അളവെടുത്ത് ചെയ്ത കാരണം രണ്ട് സൈഡ് നമുക്ക് ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇനി ഇത് ബാക്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. തലയിൽ വെച്ചിട്ട് തലയുടെ ബാക്കിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കുത്തിക്കൊള്ളുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. റിബണൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഈ ലേസിനൊക്കെ വളരെ വില കുറഞ്ഞ ലേസാണ് കേട്ടോ. ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാനത് മോളുടെ തലയിൽ വെച്ചിട്ടാണ്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്റ്റാൻഡ് ഞാൻ ഇതാണ് മീഷോന്ന് വാങ്ങിയിട്ട് അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അത് പൊട്ടിച്ച് നോക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായിട്ടോ അത് വന്നിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടൊരു 2-3 വീഡിയോ ഞാൻ ഈ ഒരു സ്റ്റാൻഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. അപ്പോൾ മൈക്രോഫോൺ സ്റ്റാൻഡ് എന്നാണ് അതുമത്തെ പേര്. അപ്പോൾ ഇതാ ഇതിന് 500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 524-നാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ പേടിഎം മുഖേനയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ലാസ്റ്റ് 524, 534 അങ്ങനെ എത്രയൊക്കെയാണ് ഞാനിത് വാങ്ങിച്ചത്. നല്ല സ്റ്റാൻഡാണ് കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിരുന്നു. ആ കമ്പിയും അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഗ്ലേസിങ്ങും ഉണ്ട്. ചിലതൊക്കെ നമുക്ക് മീഷോന്ന് വരുമ്പോൾ ചില സൈഡൊക്കെ ഉരഞ്ഞുരಸಿ അങ്ങനെയൊക്കെ കുറേ ഞാൻ ഇതിന് മുമ്പ് പല സാധനങ്ങൾ വാങ്ങിച്ചിട്ടും അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഐറ്റം നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നല്ല ഇതിന് മുമ്പ് വന്ന സ്റ്റാൻഡും അതുപോലെ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് റിട്ടേൺ ചെയ്തില്ല, എനിക്ക് അത്യാവശ്യമായിരുന്നു സ്റ്റാൻഡിൻ്റെ. അപ്പോൾ അതായത് ഇതുപോലെയാണ് അതിൻ്റെ ഫോൺ വയ്ക്കുന്ന ഹോൾഡർ വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മേശയമോ നമുക്ക് എവിടെയാണോ ഇത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് അവിടേക്കുള്ളതാണ്. അതുപോലെ തിരിച്ചിട്ട് നമുക്കത് മേശയിലൊക്കെ നമുക്കിതുപോലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. അപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ സ്റ്റീലും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണ്. അതുമൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ ക്ലിപ്പ് എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ക്ലിപ്പിൽ വെച്ച് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ആ വലുതിൽ തന്നെയാണ്. ഇനി അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ക്ലിപ്പാണെങ്കിൽ പോലും അതും നല്ല മെറ്റീരിയൽ തന്നെയായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സ്റ്റാൻഡ് നോക്കാം. സ്റ്റാൻഡ് വന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് ഒക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സ്റ്റാൻഡല്ല, സ്റ്റാൻഡ് അതുപോലത്തെയാണ് കണ്ടോ. രണ്ട് സൈഡിലൊക്കെ സ്പ്രിങ് ആയിട്ട് വന്നിട്ടാണ് നമുക്കതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനോ ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മേശയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കസേര എന്തിലാണെന്ന് വെച്ചാൽ അതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റണത് കണ്ടോ.
അതൊക്കെ നല്ല മെറ്റീരിയലാണ്. ഒരു ഡാമേജ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എവിടെയും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിത് വെച്ച് വീഡിയോ എടുക്കുകയും ചെയ്തു. അപ്പോൾ എഡിറ്റ് ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ എംബ്രോയിഡറി അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് എടുക്കാനും നമുക്ക് എംബ്രോയിഡറി സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ ഫ്രെയിം ഇട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കാനും എളുപ്പമാണ്. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാനപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.